അവർ ചാനൽ സ്ക്രിബിൾഡ് ബെഞ്ച്. ഇന്ന് ഞങ്ങൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണെന്ന് അറിയോ? ഇന്നെന്താ പിറന്നാളാ. അതിന് അമ്മയും അച്ഛനും എനിക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ അൺബോക്സിംഗ് ചെയ്തിട്ട് എന്തായില്ലെന്ന് കാണാം. എനിക്ക് പോലും അറിയില്ല എന്താ ഉള്ളതെന്ന്. ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ ഒരു പ്രത്യേക ലുക്ക്? അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞു, അച്ഛനും അമ്മയല്ല അച്ഛനും പറഞ്ഞു എനിക്ക് 2 ഗിഫ്റ്റ് വാങ്ങി തരും എൻ്റെ ബർത്ത്ഡേക്ക്. അതുകൊണ്ട് 2 ഗിഫ്റ്റ് അടുക്കിയിട്ട് റാപ്പ് ചെയ്തതാവര്. നമുക്ക് തുറന്ന് നോക്കാം. വാ തുറക്കാം. നല്ലോണം ഇഷ്ടപ്പെട്ടിക്ക്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇത് തുറന്നു നോക്കിയാൽ എന്താ ക്ലിയർ ആയിട്ട് കാണാൻ. ഓക്കെ, തുറക്കാം. ഇതൊരു മോഡേൺ കിച്ചൺ സെറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് തുറന്നു നോക്കാം. വാവ്, അപ്പൊ ഇതാണ് സാധനം. അപ്പൊ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ എന്തൊക്കെയാ ഫീച്ചേഴ്സ് നോക്കാം. വാ നോക്കാം. ഓക്കെ, അപ്പൊ ഇത് തുറക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്. ഇത് തുറക്കാൻ പറ്റും. ഇതിനുള്ളിൽ എന്തൊക്കെയോ വച്ചപ്പോലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. പോലെയാണ് ഓരോ സാധനം പിക്ചേഴ്സ് ആണ്, വേറെ ഒന്നുമില്ല കേട്ടോ. നന്നാലും കാണിക്കാൻ ഞാൻ ഇപ്പൊ ഇതിൽ എന്തൊക്കെയോ ഉണ്ട്. ബട്ടണ്, അതുപോലെ ഇത് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സാധനങ്ങളില്ല, അതും എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ സാധനങ്ങളില്ല, സ്പൂണ് അതുപോലെയൊക്കെ അതൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ ഒന്നെടുത്ത് കാണിച്ചു തരാം. ഇതാ. അപ്പൊ ഇതില് അടുപ്പുണ്ട്. പിന്നെ അടുപ്പിൽ ഇങ്ങനെ ലോ ഫ്ലെയിം ഒക്കെ വെക്കാനുള്ള സാധനമില്ല, അതും ഉണ്ട്. പിന്നെ ഇതെന്തോ ബട്ടൺ ഉണ്ട്, ആർക്കറിയാം എന്തിനാണെന്ന്. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെ വിൻഡോ ആണ്. നമുക്ക് ബാർബി ഡോൾ വെച്ചിട്ട് ഇത് കളിക്കാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. നമുക്ക് മൈക്രോവൺ ആണ് തോന്നുന്നത്. ഇതാ മൈക്രോവൺ തന്നെയാ. അതിലെന്തൊക്കെയോ കുക്ക് ചെയ്യാം. ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇതാണ് ഫ്രിഡ്ജ്. നമുക്ക് തുറന്ന് നോക്കിയാലോ. വാ. പിന്നെ ഇവിടെ സാധനങ്ങൾ പാത്രമൊക്കെ വെക്കാൻ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കാണിച്ചില്ല അല്ലേ. എന്നാലും ഒന്ന് കാണിച്ചില്ല. ഡസ്റ്റ്ബിൻ. ഇതാണ് ഇപ്പൊ ഡസ്റ്റ്ബിന്ന്. ഇത് ഇവിടെ വെക്കാനുള്ള സ്ഥലമുണ്ട്, എടുക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ ഗിഫ്റ്റിലേക്ക് മൂവ് ആകാം. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും 2ൻ്റെക്കാട്ട് കൂടുതൽ കിട്ടിട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്ലൈം. കൂടുതൽ പേർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും സ്ലൈം എന്താണ്. ബുക്ക് കാണിക്കാം. ഓക്കെ, ഇത് 5 in 1 ആണ്. മഹാഭാരതത്തിന്റെ ഒരു ബുക്കാണ്. സ്റ്റോറീസ് ഫ്രം ദി മഹാഭാരത, വോളിയം 1018. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇന്ദ്ര ആൻഡ് ഷിബി. നിങ്ങൾക്കറിയാം ഇന്ദ്ര ആൻഡ് ഷിബി?
ഞാൻ ശിതി. അറിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. ഇത് പിന്നെ വായിച്ചാൽ പോരെ, ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഇത് കുരങ്ങന്റെ സ്റ്റോറീസ് ആണ്. എന്തിനാ കുരങ്ങൻ മെയിൻ ആയിട്ട് ചൂസ് ചെയ്തതെന്ന് അറിയില്ല. ഇതോരോ മങ്കീസിന്റെ സ്റ്റോറീസ് ആണ്. അതുപോലെ ഓരോ സ്റ്റോറീസ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും അച്ഛനും അമ്മയും അത് വാങ്ങിത്തരാം. ഓക്കെ, ഇപ്പൊ നമുക്ക് മറ്റൊരു മൂവ് ചെയ്താലോ? വേറെ ഒന്ന് ഞാൻ കാണിച്ചില്ല ലാസ്റ്റ് ടൈം. അത് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ പെട്ടി. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യാം. ഇതാണ് അപ്പോ സ്ലൈം. കളേഴ്സ്, പിന്നെ ഏതോ പാത്രം, മെഷറിംഗ് കപ്പ്, പിന്നെ സ്ലൈമിന് വേണ്ടിയില്ല എന്തോ ഒരു മിക്സർ. പിന്നെ ഇതാണ് ഇൻസ്ട്രക്ഷൻസ്. ഇതിലെങ്ങനെയാ സ്ലൈം ഉണ്ടാക്കണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കിത് ഒക്കെ കാണിക്കാൻ സമയമല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം സ്ലൈം എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതിൽ എന്തൊക്കെയാണെന്ന് പറയാം. ഇതാണല്ല, നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാനാ. ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഓരോ കണ്ടെയ്നേഴ്സിലെ വെള്ളം ഇതെടുത്തിട്ട് പിന്നെ ഇത് അമർത്തിട്ട് അത് വരും. ഇതിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ട്, പിന്നെ സ്ലൈമിൻ്റെ ഒരു പശ ഉണ്ട് എന്തോ, പിന്നെ പെയിന്റ്, പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ മെഷർ ചെയ്യുന്ന ഒരു സാധനം, ഡ്രോപ്സ് ഒക്കെ എടുക്കുന്നത്. പിന്നെ ഇത് സ്പൂണ്, പിന്നെ ഇത് സ്ലൈം ചെയ്യാനുള്ള എന്തോ പൊടി, പിന്നെ ഇതൊക്കെയാണ് കപ്സ് ഒക്കെ. ഇത് മെഷറിംഗ് ജാർ. ഓക്കെ, ഇപ്പൊ എനിക്ക് ഞാൻ സ്ലൈം ഉണ്ടാക്കുന്ന വീഡിയോ പിന്നെ കാണിച്ചു തരാം. കാരണം എൻ്റെ കസിൻസ് ഒക്കെ വരാനായി, പിന്നെ കേക്ക് കട്ടിങ് ഉണ്ട്, അതുപോലെ ഓരോ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എന്ത് ചെയ്യാം? നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടോ. ഇതിൽ ബാറ്ററി ഇട്ടാ ഒരു സാധനം സംഭവിക്കും. നോക്കാം, ഇവിടെ ഞാൻ ബാറ്ററി ഇട്ടോ ഇവിടെ. എന്നിട്ട് നോക്കാം എന്താ പറ്റിയെന്ന്. ഇത് അമർത്തി നോക്കാം. അപ്പൊ അങ്ങനെ ഒച്ച ഉണ്ടാവും. അത് സ്റ്റോപ്പ് ചെയ്യാനേ നമുക്ക് പറ്റൂല, അത് തന്നെ പ്ലേ ചെയ്യും. അപ്പോൾ ഇത് നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ലൈം. എന്നാൽ സ്ലൈം എങ്ങനെയൊക്കെയാ ആകാൻ ആർക്കറിയാം എക്സ്പെരിമെന്റിൽ. ഓക്കെ, ഇപ്പോൾ ബൈ.